ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഐ ആം ഇൽഹാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊച്ചിയിലെ ഫ്ലവർ ഷോയിലാണ്. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന 40ാമത് ഫ്ലവർ ഷോയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം കൗണ്ടറിനകത്തേക്ക് കയറാനായിട്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ദീദിയും കൂടെയാണ് ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും തോന്നാറില്ല. പക്ഷെ അകത്ത് കയറിയപ്പം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെന്ന എൻട്രൻസിൻ്റെ അവിടെ തൊട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചില വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു പല്ലക്കാണ്. പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്തിരുന്ന പല്ലക്കിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബോട്ട്സ്, വഞ്ചികൾ, അതിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് പഴയ കാലത്തൊരു കുടിലൊക്കെ പോലെ. അപ്പോൾ അതൊക്കെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു കേക്കിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ഡിസൈൻസും ഡെക്കറേഷൻസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പൂക്കൾ ഇങ്ങനെ പറിച്ച് എടുത്തിട്ട് അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ കാണുമ്പോൾ രസം. ഇതൊരു അമ്പലത്തിൻ്റെ മോഡലിൽ ദേവീനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഇത് 2 മയിലുകളാണ്, ബുദ്ധനും മയിലുകളും ഒക്കെ. അപ്പോൾ മയിലിൽ നിറയെ പൂക്കൾ വെച്ചിരിക്കുന്ന ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സാണ്. അത് മുഴുവൻ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിൻ്റെ ലൈറ്റ്സ് തെളിയുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ബെഞ്ചിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പാകത്തിനാണ്. പക്ഷെ അവിടെ അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല. കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡോറ, ബുജി, കുറുനരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഈ തബലയും വയലിനും ഗിറ്റാറും ഒക്കെ അതൊക്കെ തെർമോക്കോളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയായിട്ട് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഇത് എൻട്രൻസിലുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവ് എന്നൊക്കെ എഴുതിയിട്ട് അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ ആദ്യം തന്നെ ഉള്ളത് ഓർക്കിഡിൻ്റെ പൂക്കളും ചെടികളുമാണ്. കമനീയ ശേഖരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്രയ്ക്ക് ഭംഗിയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കൈ കഴക്കുന്ന രീതിയിൽ അത്രയും ദൂരം ഈ ഒരു ഓർക്കിഡിൻ്റെ ചെടികളും പൂക്കളും ഇങ്ങനെ അവർ വെച്ചിരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. അത്രയധികം ഓർക്കിഡ് ഫ്ലവേഴ്സാണ്, പലതരത്തിലുള്ള വെറൈറ്റീസ് ഒരുപാട് വെച്ചിട്ടുണ്ട്. കണ്ട് 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 കാഴ്ച നമുക്ക് എന്താ പറയുക, ഒരു കണ്ണും മനസ്സും നിറഞ്ഞു പോകുന്ന അത്രയധികം പൂക്കളാണ് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഓർക്കിഡ് പ്രേമികൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്നത് അഡീനിയം ചെടികളാണ്. അഡീനിയം പല വെറൈറ്റി കളേഴ്സിലുള്ള, പല ടൈപ്പിലുള്ള, പല വെറൈറ്റി പൂക്കളുണ്ടാവുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻ ഇവിടെയുണ്ട്. അതൊക്കെ കാണുമ്പോഴേക്കും നമുക്കങ്ങ് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇത്രയധികം ചെടികളും പൂക്കളും ഒക്കെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അഡീനിയം പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ചെടികളുമാണല്ലോ. അത് കഴിഞ്ഞ് വരുമ്പോൾ നിറയെ ആന്തൂറിയത്തിൻ്റെ കളക്ഷൻ കാണാൻ പറ്റും. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല റോസ് കളറ്, നാരോ പെറ്റൽസ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് റോസ് ഫ്ലവേഴ്സാണ്. തൊട്ടിപ്പുറത്തായിട്ട് കലേസിയ റിപ്പൻസ് സുന്ദരികളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ബോഗൻവില്ലയുടെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം വലിയ ചെടികളൊക്കെ തന്നെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്ന ബോഗൻവില്ലാസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല ഡിസൈനിലൊക്കെ ഹാർട്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോഗൻവില്ലാസാണ് ഇവിടെ കാണാൻ നമുക്ക് പറ്റുന്നത്. നല്ല ഭംഗിയുണ്ടോ, നല്ല പൂക്കൾ, ഓറഞ്ച് കളറും അതുപോലെ പീച്ച് കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണുള്ളത്. അതൊക്കെ ഇങ്ങനെ കണ്ട് 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 ഈ വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല ഭംഗിയാണ് ഇവിടെ മുഴുവൻ കാണാനായിട്ട്.
ഒരു മായിക ലോകം എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് ഈ പവലിയൻ്റെ അകത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും ടെറാറിയത്തിൻ്റെ ഒരു കളക്ഷൻസ് ആണ് കാണുന്നത്. എനിക്ക് ടെറാറിയം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഈ ടെറാറിയംസ് കുറേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള ഗ്ലാസ് ടംബ്ലറുകളിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഷോയിലേക്ക് നമ്മൾ കാണാൻ പോകുന്നത് ചെടികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, എങ്ങനെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ അറേഞ്ച് ചെയ്യാം, നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ എങ്ങനെ നമുക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഭംഗിയാക്കാം എന്നുള്ളൊരു ഐഡിയ കൂടെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ബോൺസായി ട്രീസ് ആണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. എത്രയോ വർഷം പ്രായമുള്ള ട്രീസ് ആണെന്നറിയോ ഇതൊക്കെ. നല്ല ഭംഗിയായിട്ട് എത്രയോ നാളുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞൻ ബോൺസായി ഒക്കെ കാണുമ്പോൾ എനിക്ക് കൊച്ചു കൊച്ചു സാധനങ്ങളോട് പൊതുവെ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ബോൺസായിസിൻ്റെ കുറേ അധികം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ആലിൻ്റെ, അതുപോലെ തന്നെ പുളിമരം, അങ്ങനെ പല വെറൈറ്റി മരങ്ങളുടെ ബോൺസായിസ് നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയത്. എങ്ങനെ ഇത് ഇത്രയും അധികം നാളുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി തീർക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു അത്ഭുതം തന്നെ നമുക്ക് തോന്നൂല്ലേ, കുഞ്ഞൻ മരങ്ങൾ. അത് കഴിയുമ്പോൾ പിക്ചർ പ്ലാന്റ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇരപിടിയൻ പ്ലാന്റ് അതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പ്ലാന്റ്സിലോട്ടൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണല്ലോ ഇങ്ങനത്തെ സസ്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഇത് ഇരപിടിയൻ ചെടിയാണിത്. അങ്ങനത്തെ കുറേ പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാത്തിൻ്റെയും അതിനെക്കുറിച്ച് ഞാനങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വീഡിയോയിൽ നമ്മളെല്ലാം കാണിക്കണമല്ലോ എന്ന് കരുതി അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്ചർ പ്ലാന്റ് കുറേയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പോട്ടുകളിലാണ് അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഒരുപാട് ഇങ്ങനെ വളർന്ന് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ കാത്തിരിക്കുന്ന പോയിൻസെറ്റിയ സുന്ദരികളെ നമ്മൾ കാണുന്നത്. നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നോ കാണാനായിട്ട്. അതിൻ്റെ ഒരു നല്ല കളക്ഷൻ തന്നെയുണ്ട്. റെയർ പ്ലാന്റ്സ് ആണ്. റെയർ കളറാണ് ഈ പൂക്കൾക്ക് വരുന്നത്. നല്ല ഭംഗിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പോയിൻസെറ്റിയ ഡിസംബർ മാസത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ചെടികളാണ്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ച. വലിയ പോട്ടുകളിൽ ഒരേ ടൈപ്പിലുള്ള പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ മനോഹരമാണിത്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ ലോണിനകത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നേരെ കുറേ അധികം ചെടികൾ ഒന്നിച്ചൊരു പോട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ഗാർഡനിൽ. അതല്ലെങ്കിൽ കുറേ അധികം ചെടികൾ ഒന്നിച്ചൊരു പോട്ടിൽ നടാം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്രയൊരു ആ ഒരു ഭംഗിയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ടുള്ളൊരു ഇത് വരും. പിന്നെ കുറേ സ്റ്റോൺസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗാർഡനിൽ വിരിക്കാൻ പറ്റിയിട്ടുള്ള കുറേ സ്റ്റോൺസ്, അതുപോലെ തന്നെ തുളസി തറകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു കാർഡാണ്. ഞാൻ അവിടെ കാർഡ് ഇരുന്നപ്പോൾ കണ്ടാണ്. സ്റ്റോൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോൺസും ലഭ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എടുത്ത് നോക്കാവുന്നതും അവരുടെ അടുത്ത് ഓർഡർ കൊടുക്കാവുന്നതും ഒക്കെയാണ്. തുളസിത്തറകളൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ ഭംഗിയാക്കാനായിട്ട് ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെയാണല്ലോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പൂവിൻ്റെ അടുത്ത് നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് പൂക്കളും ചെടികളും നമ്മുടെ കാത്തിരിക്കുന്നുണ്ട്. ഇത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമ്മുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ജമന്തി, അതുപോലെ ക്രിസ്താന്തസം, പല തരത്തിലുള്ള പ്ലാന്റ്സ്, എല്ലാ ടൈപ്പിലുമുള്ള എല്ലാ തരത്തിലുമുള്ള പൂച്ചെടികളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജെർബറ പ്ലാന്റ്സ് ആണ്. ജെർബറയുണ്ട്, ബന്ദിയുണ്ട്, ജമന്തിയുണ്ട്, സീനിയുണ്ട്, അതുപോലെ പെൻഡാസ് ഉണ്ട്, സാൽവിയ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും
ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വളരെ നല്ല ഡിസൈനിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കുറച്ച് മുറ്റമൊക്കെ അധികമുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഫേണിൻ്റെ കളക്ഷനാണ്. ഫേൺസ് നമുക്ക് നല്ല രസമാണല്ലോ, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കൊച്ചു കൊച്ചു മൃഗങ്ങളെയൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചു മൃഗമല്ല, വലിയ മൃഗങ്ങൾ തന്നെയാണ്. ജിറാഫ്, അതുപോലെ എന്താ പറയുക, മാൻ, അണ്ണാൻ, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാച്യൂസ്, ഇതൊക്കെ നമ്മുടെ പെൻഡാസാണ്. നല്ല ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ പ്ലാന്റ്സ് നല്ല രസമാണ് കേട്ടോ ഇത് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് പിന്നെ നമ്മുടെ ചൈനീസ് ബൾബ്സ് ആണ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ്സിൻ്റെ ഒരു റോസ് കളറിലുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയാണ്. ഇതെല്ലാം ചട്ടിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സെലേഷ്യ പ്ലാന്റ്സ്, സീഡം പ്ലാന്റ്, അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷനാണ് ഈ ഒരു പവലിനകത്ത് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ്സ് ഒക്കെയാണ്. എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ എല്ലാം. ഇത് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ കാക്ടസ്, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ജനുവരി 1 തീയതി വരെയാണ് ഇതിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ, ഈ ഒരു ഷോ ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ കയറാൻ പോകുന്ന പ്ലാന്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വൈറ്റ്ലയിലുള്ള ഒരു ഷോപ്പാണ്. അവരുടെ ഗാർഡനാണ് ഇവിടെ അവർ മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് ഒത്തിരി ഒരു നല്ലൊരു ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. നമ്മുടെ ഗാർഡൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പക്ക ഗാർഡൻ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ മരങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതൊക്കെ അവരുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, പ്ലാന്റ് സ്റ്റോറി എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഗാർഡനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിളികൾക്ക് നമ്മുടെ ഗാർഡനിൽ വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സ്റ്റോറിയുടെ ഈ ഒരു ഗാർഡൻ പവലിയൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ വീഡിയോയും ഫോട്ടോയും എടുത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ അവിടെ നിന്നും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇത് ഗ്ലാഡിയോലയുടെ പ്ലാന്റ്സ് ആണ്. ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ നാട്ടിൽ ഈ പ്ലാന്റ്സ് അത്ര അങ്ങ് പിടിക്കില്ല എന്ന് തോന്നുന്നു. ഇത് ചൈനീസ് ക്യാബേജ് ആണ്. ഗ്ലാഡിയോല കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഡാലിയ പ്ലാന്റ്സ്, പൂക്കളൊക്കെ കാണുമ്പോൾ ഈ നമ്മളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിടിക്കില്ലാത്ത ചെടികളാണല്ലോ ഈ പൂക്കൾ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷെ ഞാൻ ചെടിയൊന്നും വാങ്ങിയില്ല കേട്ടോ. ദീദിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ദീദി 2 അഡീനിയം പ്ലാന്റ്സ് വാങ്ങി. പിന്നെ പോട്ട്സിൻ്റെ ചെറിയൊരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതുപോലെ. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഹെർബൽ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓരോ പ്ലാന്റ്സിലും അതിൻ്റെ പേര്, അതിൻ്റെ ശാസ്ത്രീയ നാമം, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് സാധനമാണ്, ഇപ്പോൾ ഇലയാണോ വേരാണോ തണ്ടാണോ എന്താണ് അതിന് ഉപയോഗിക്കുന്നത്, എന്ത് അസുഖത്തിനാണെന്നൊക്കെ ഉള്ളത് എഴുതി ഓരോ പ്ലാന്റിൻ്റെ അടിയിലും എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഓരില കണ്ടോ, ഓരിലത്താളി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇതാണ് ഓരില എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പല ചെടികൾ അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ ഈ ചെടികളാണല്ലേ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അറിവ് കൂട്ടാൻ പറ്റിയ സംഗതികളാണ്. ഇതെല്ലാം ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട്
അറിയില്ലാത്തവർക്കൊക്കെ അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകാനൊക്കെ പറ്റുന്നതാണ്. ചില ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാ ചെടികളെക്കുറിച്ചും അറിയില്ലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് വാട്ടർ ലില്ലിയുടെ ചെറിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ തൊട്ടപ്പുറത്തൊരു പവലിയൻ ഉണ്ട്. അവിടെ നമുക്ക് കുറേ അതും ഇതും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ചെടികൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചെടികൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോകും. കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.